നമസ്കാരം. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് അക്ഷരം പ്രതി ശരിയാണ്. ഏതൊക്കെ അഭിമുഖങ്ങളിൽ എത്രയൊക്കെ വെളുപ്പിച്ചാലും, മോഹൻലാലോ അമിതാഭ് ബച്ചനോ ഇനി അതിലും വലിയ നടന്മാർ വന്ന് അഭിമുഖം നടത്തിയാലും, ഏതൊക്കെ PR ഏജൻസികളുടെ ഉപദേശപ്രകാരം അഭിനയിച്ചാലും പ്രവർത്തിച്ചാലും, പിണറായി വിജയൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു യഥാർത്ഥ പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയൻ പുറത്തു വരും. അതിന് സദസ്സെന്നോ മാധ്യമങ്ങളെന്നോ ആൾക്കൂട്ടമെന്നോ ഒന്നുമില്ല. എവിടെ വെച്ചാണോ ആ ഒരു യഥാർത്ഥ പിണറായി വിജയൻ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്, അത് പ്രകടമാകുകയും ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ പലയിടങ്ങളിൽ ഇത് കണ്ടുകൊണ്ടുവരുന്നു. സുധാകരനെതിരെ നടത്തിയ പരാമർശം, അങ്ങനെ നിരവധി പരാമർശങ്ങളാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയത്. ഒരു പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടർന്ന പിണറായി വിജയൻ, അങ്ങനെ നിരവധി പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള നിരവധി പ്രകടനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് 2 ആഴ്ച മുൻപാണ് മോഹൻലാലുമായിട്ടുള്ള ഒരു അഭിമുഖം ക്ലിഫ് ഹൗസിൽ വെച്ച് നടത്തിയത്. ഈ അഭിമുഖത്തിന് പണമൊന്നും ചിലവായില്ല എന്നാണ് പറഞ്ഞതെങ്കിലും വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി പൊതുഖജനാവിൽ നിന്ന് 11.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം ക്ലിഫ് ഹൗസിൽ വെച്ച് നടത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം മലയാളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം പിണറായി വിജയൻ്റെ അഭിമുഖം നൽകിയിരുന്നു. 2016 അധികാരം ഏറ്റെടുത്തതിന് ശേഷം 2021 വരെ പിണറായി വിജയൻ്റെ തോന്നിയ രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു. പക്ഷേ അത് 2ാം ഘട്ടത്തോളം ഒരു തീവ്രതയുള്ളതായിരുന്നില്ല. കാരണം പ്രളയങ്ങളും കോവിഡുമൊക്കെ ഒരു പരിധിവരെ അങ്ങനെ ഇത്രയധികം ബാധിച്ചില്ല. അതിനുശേഷം ആ സമയത്താണ്, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സ്വർണ്ണക്കടത്തും സ്പ്രിംഗ്ലറും ഉൾപ്പെടെയുള്ള അഴിമതികൾ പുറത്തു വരുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് 2ാം ഘട്ടം ഭരണം കിട്ടില്ല എന്നൊരു തോന്നലുണ്ടായത്. അതോടുകൂടി ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെ ഇതേപോലെ ക്ലിഫ് ഹൗസിൽ വിളിച്ച് ഒരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ പിണറായി വിജയനും ഭാര്യയും ചെറുമകനും മകളും പങ്കെടുത്തു. ആ അഭിമുഖത്തിലാണ് സിന്ധു സൂര്യകുമാർ ചോദിക്കുന്നു, 500 കോടി രൂപയുടെ ആസ്തി ഉണ്ടല്ലോ എന്ന് വീണയോട് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് 500 കോടിയല്ല 50 കോടി പോലും ഇല്ല എന്ന് പറയുന്നത്. 50 കോടിയുടെ ആസ്തി പോലും തൊഴിലാളി വർഗ പാർട്ടിയുടെ മകൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, നിസ്സാരമായി പറയുമ്പോൾ, അല്ലെങ്കിൽ 1 കോടി എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് മനസ്സിലാവും. നിസ്സാരമായി പറയുമ്പോൾ നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പിണറായി വിജയൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് പിണറായി വിജയൻ കോന്നിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു സഖാവ് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ പഴയ ഒരു ദൃശ്യം പ്രചരിച്ചിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരു സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്നു. സദസ്സിലും വേദിയിലുമൊക്കെ കൂട്ടച്ചിരി മുഴങ്ങുന്നു. ഇതാണ്. എന്നാൽ പിണറായി വിജയൻ്റെ കാര്യം അങ്ങനെയല്ല. PR ഏജൻസികളോ മോഹൻലാലോ ഒക്കെ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും പിണറായി വിജയൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വല്ലാത്ത മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അത് പുറത്തു ചാടും. അതാണ് അറിയാതെ കോന്നിയിൽ വെച്ച് പുറത്തു ചാടിയത്. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അയാൾ ചോദ്യം ചോദിക്കുമ്പോൾ അയാളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇയാൾ ഒരു മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ. ഇയാൾ മുണ്ടയിൽ കോവിലകത്തെ വിജയൻ തമ്പുരാനായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ നമ്മുടെ നികുതി പണം എടുത്ത് മൂലക്കുരുവിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോവുകയും ഈ പറയുന്ന കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം പല കാരണങ്ങൾ പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത ധൂർത്തനായ പിണറായി വിജയനാണ്. ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ നികുതി പണം എടുത്തിട്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, ഒരു കൂലിപ്പണിക്കാരനോ മറ്റോ ആണ്. അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ മദ്യപിച്ചിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുന്നു. ആ ചോദ്യം എന്താണെന്ന് പിന്നീട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും ചെയ്തു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള എടുത്തടിച്ച മറുപടിയാണ് പിണറായി വിജയൻ നൽകിയത്. ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആയിരുന്നെങ്കിൽ തൻ്റെ വീട്ടിലെ കാര്യമല്ല ചോദിച്ചത്, കേരളത്തിൻ്റെ പൊതു കാര്യം ചോദിക്കാനാണ് ഞാൻ എഴുന്നേറ്റത്, താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞേനെ. അത് പറയാനുള്ള ആർജവം ഇവർക്കാർക്കും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം, ഇത് ഞാനൊരു മുഖ്യമന്ത്രിയാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്, ആകെ തുണിയില്ലാതെ നൂൽബന്ധം പോലെ ഇല്ലാതെ നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും. അപ്പോൾ അതുകൊണ്ട് ഒരു സംയമനം പാലിക്കാം, എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ പിണറായി വിജയൻ അവിടെ കിടക്കട്ടെ തൽക്കാലം, ഒരു സംയമനം പാലിക്കാം എന്ന് കരുതി, സുഹൃത്തെ നിങ്ങളവിടെ ഇരിക്കൂ, പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ് ആ ഭാഗം അങ്ങ് ഒഴിവാക്കാമായിരുന്നു. പിന്നെ കമ്മി ആയതുകൊണ്ട് മുഖത്ത് തുപ്പിയാലും അത് അവന് അഭിമാനമാണ്. അതുകൊണ്ട് അയാൾക്ക് പരാതിയില്ല അത്രയും. അതിൽ നമുക്ക് പരിഭവവുമില്ല. കാരണം കമ്മികളെ സംബന്ധിച്ചിടത്തോളം അവർ അടിമകളാണ്, അവർക്ക് ചിന്താശേഷിയില്ല.
ഒരു നേതാവ് ഇതുപോലുള്ള ഒരു നേതാവ് മുഖത്ത് തുപ്പിയാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അഭിമാനമാണ്. പറ്റുമെങ്കിൽ ആ തുപ്പൽ വടിച്ചെടുത്ത് കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുപോയി അവർ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അത്രയ്ക്ക് അടിമകളാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ ആളിൽ നിന്ന് പിണറായി വിജയൻ അത്തരത്തിലുള്ളൊരു എതിരഭിപ്രായം ഉണ്ടായില്ല. പക്ഷേ അയാളൊരു മുഖ്യമന്ത്രിയാണ്, അതുപോലും മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, എന്തെല്ലാം സഭ്യമായിട്ടുള്ള വാക്കുകളുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇയാളോട് ചോദിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഇയാളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയോ? അതുപോലും ആരും ചോദ്യം ചെയ്യില്ല, എന്നെ ആരും ചോദ്യം ചെയ്യില്ല. ഈ കേരളത്തിൻ്റെ അധിപൻ ഞാനാണ്. ഞാൻ പ്രതിപക്ഷത്തിരുന്നാലും പാർട്ടി സെക്രട്ടറി ആയിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ഈ പാർട്ടിയുടെ ഈ കേരളത്തിൻ്റെ അധിപൻ ഞാനാണ്. ഞാൻ കൈകാര്യം ചെയ്യും. പോലീസിനെ കൊണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട്, DYFI SFI ഗുണ്ടകളെ കൊണ്ടെങ്കിൽ അങ്ങനെ. ഇതാണ് ഇയാളുടെ ധാർഷ്ട്യം. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അയാൾ തന്നെ മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്. അത് എത്രയൊക്കെ വെളുപ്പിച്ചാലും ഒരിക്കലും പിണറായി വിജയൻ അല്ലാതാകുന്നില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നതുകൊണ്ടാണ് ഇതുപോലെ അഭിമുഖങ്ങളൊക്കെ നടത്തി വളരെ പഞ്ചഭാവമായി പറയുന്നത്. അമ്മ ഉറട്ടി ചുട്ടു തന്നു, അത് മടക്കി ബേസ് ബോർഡിനകത്ത് വെച്ചുകൊണ്ട് കോളേജിൽ പോയ കഥയൊക്കെ പറയുന്നത് പച്ചക്കള്ളമായിരിക്കും. ഇനി അഥവാ ആണെങ്കിൽ തന്നെ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇയാൾ പറയേണ്ടത് ഇവിടെ ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടിരിക്കുന്നു, കിയ കാർണിവൽ എടുത്തിട്ടിരിക്കുന്നു, അതുപോലെ ക്ലിഫ് ഹൗസിൻ്റെ 1-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് പോകാൻ 25,50,000 കൊടുത്ത് ലിഫ്റ്റ് പിടിപ്പിക്കുന്നു, ലക്ഷങ്ങൾ മുടക്കി നീന്തൽക്കുളം നവീകരിക്കുന്നു, പശുത്തൊഴുത്ത് നിർമ്മിക്കുന്നു, 4 ലക്ഷം മുടക്കി ചാണകക്കുഴി നിർമ്മിക്കുന്നു. അങ്ങനെ എന്തെല്ലാം പിണറായി വിജയൻ ചെയ്തു. അതിനെക്കുറിച്ചാണ് അയാൾ പറയേണ്ടത്. സുധാകരനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ചെറ്റത്തരം കാണിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരാണ് ചെറ്റത്തരം കാണിച്ചത്? പിണറായി വിജയനാണോ അതോ ഈ സുധാകരനാണോ? ആരാണെന്ന് പൊതുജനം തീരുമാനിക്കട്ടെ. പക്ഷേ ഇതൊക്കെ ഇനി ഒരിക്കൽ കൂടി ഈ സർക്കാർ അധികാരത്തിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നശിക്കും, ഈ കേരളം നശിക്കും. കാരണം ഇനിയിപ്പോൾ തന്നെ നശിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന സർക്കാരിന്, ഇനി UDF വന്നാലും LDF വന്നാലും പൊതുഖജനാവിൽ 10 പൈസയില്ല. എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യം ഒന്നും അറിയില്ല. 3-ാം തവണയും പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗുണമുണ്ടാകുന്നത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമാണ്. കാരണം അവർക്ക് ജനങ്ങളുടെ ഈ നികുതി പണമെടുത്ത് ഇഷ്ടംപോലെ ദൂർത്തടിക്കാം, ഇഷ്ടംപോലെ വിദേശയാത്രകൾ നടത്താം, എന്തു വേണമെങ്കിലും ചെയ്യാം. കഷ്ടപ്പെടുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളായിരിക്കും. അതുകൊണ്ട് പിണറായി വിജയൻ, ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും കാക്ക മലർന്നു പറഞ്ഞാലും പിണറായി വിജയൻ എന്നൊരു വ്യക്തി മാറില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പിണറായി വിജയനുണ്ട്. അതായത് ആ പിണറായി വിജയനെ പലപ്പോഴും നമ്മൾ പൊതുവേദികളിൽ പോലും കണ്ടതാണ്. മൈക്ക് വലിച്ചൊടിക്കുന്ന പിണറായി വിജയനെ, അതുപോലെ ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് ഒരു ജീവനക്കാരനോട് കയർക്കുന്ന പിണറായി വിജയനെ, ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയനെ, TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് അധിക്ഷേപിച്ച പിണറായി വിജയനെ, വേദിയിലിരുന്ന തൻ്റെ അടുത്തേക്ക് വന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ ആട്ടിപ്പായിച്ച പിണറായി വിജയനെ, മാധ്യമപ്രവർത്തകരോട് കടക്കപ്പുറത്ത് എന്ന് ആട്ടിപ്പായിച്ച പിണറായി വിജയനെ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് യഥാർത്ഥ പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ പിന്നെ ബാക്കി കാണില്ല, ഞാനും നിങ്ങളും കേരളവും.